അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനും 2 മോഡ്യൂൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി നമ്മുടെ സിലബസ് അല്ലാതെ കുറച്ചും കൂടി ഒന്ന് വേറെ തന്നെ രീതിയിൽ കുറച്ച് കാര്യം കവർ ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ കാണുന്ന ഈ 2 സാധനം കണ്ടോ? കാണുന്നുണ്ടല്ലായിരിക്കും. ഇതിൻ്റെ പേരാണ് GSM മൊഡ്യൂൾ. ഓക്കെ, അപ്പം നവന്തികൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. നവന്തിക നമുക്കൊരു എക്സ്ട്രാ ഒരു മൊഡ്യൂൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക. അപ്പം ഇതിൻ്റെ പേരാണ് GSM മൊഡ്യൂള്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിലേക്ക് ഫോണിലേക്ക് മെസ്സേജോ അല്ലെങ്കിൽ ഫോണിലേക്ക് കോളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരണമെന്ന് വിചാരിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ഒരു ബോർഡാണ് ഇത്. കണ്ടേ, ഇതിൽ ഒരു സിം ഇടേണ്ട ട്രേ ഉണ്ട്, കണ്ടില്ലേ? ഒരു സിം ഇടേണ്ട ട്രേ കൂടി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സിം ഇടും, ഇതിലേക്ക് ബ്ലൂടൂത്ത് കണക്ഷനും കൂടി കിട്ടും, സിമ്മിൻ്റെ ബ്ലൂടൂത്ത് കണക്ഷൻ കിട്ടും, അതേപോലെ തന്നെ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും, സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു മിനി ഫോൺ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അതിന് കുറച്ചും കൂടി ചെറിയ വെർഷനാണിത്. കണ്ടോ, ഇതിൻ്റെ സിം ഇടേണ്ട സ്ലോട്ട് ഇതിൻ്റെ അടിയിലാണ്, കണ്ടില്ലേ? ഇതാണ് ഈ സാധനം. ഇതിൻ്റെ ബ്രേക്കൗട്ട് ബോർഡാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു കാര്യം കൂടി എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് GSM മൊഡ്യൂൾ. ഓക്കെ, GSM. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. നമ്മൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിസ്റ്റിക് മൊഡ്യൂൾസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അതെല്ലാം നിങ്ങൾ ജോയിസ്റ്റിക് മൊഡ്യൂൾ എടുത്ത് എല്ലാവരും അവരവരുടെ ജോയിസ്റ്റിക് മൊഡ്യൂൾ എടുക്കാം. ഓക്കെ, എല്ലാവരും വയറൊക്കെ കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഈ ജോയിസ്റ്റിക് മൊഡ്യൂൾ ജസ്റ്റ് ഇങ്ങനെ അൺപ്ലഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ഇതിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് അല്ലേ, ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റും. അപ്പം എന്താണ് ശരിക്കും ജോയിസ്റ്റിക് മൊഡ്യൂള്? ഐ മീൻ എങ്ങനെ ഇപ്പോൾ പറയാം, ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഊഹമുണ്ട് ഇത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക എന്നൊരു ചെറിയൊരു ഊഹം ഉണ്ടാവും. ജോയിസ്റ്റിക് എങ്ങനെ മാഗ്നറ്റ് ഇത് നീ വിചാരിക്കുന്നത് ജസ്റ്റ് എവിടുന്ന് ഇങ്ങനെ വിടുമ്പോൾ മുകളിലേക്ക് ഒന്ന് മാഗ്നറ്റ് യൂസ് ചെയ്തുണ്ടാവുന്നതല്ലേ? അല്ല മാഗ്നറ്റിന്റെ പൊളാരിറ്റി നോക്കിയിട്ട് ചെറിയ വ്യത്യാസം വരുമ്പോ അയ്യോ, അത്ര ഇൻഡപ്തായിട്ടിലേക്കൊന്നും വേണ്ട. അയ്യോ അങ്ങനെ ആയിരിക്കില്ല. ജസ്റ്റ് ഇവിടെ സൈഡ് സാധനം കണ്ടോ, ബ്രൗൺ കളർ, അതൊരു പൊട്ടൻഷ്യോമീറ്റർ ആണ്, വേരിയബിൾ റെസിസ്റ്റർ ആണ്. അപ്പൊ അങ്ങനെയാണ് ഇത് വാല്യൂ കണ്ടെത്തുന്നത്. മനസ്സിലായോ? അപ്പം ഏതായാലും ഞാൻ ഇതിന്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൊടുത്തിട്ട് ഇന്നലെ പ്രൊജക്ട് ചെയ്യുന്നത് അത് ഗ്രൂപ്പിലേക്ക് അയക്ക് കേട്ടോ. ബെറ്റർ. ഓക്കെ, അപ്പം എല്ലാം ശ്രദ്ധിക്കാം. ഞാൻ ഏതായാലും ഇതിൻ്റെ വർക്കിങ് കാണിച്ചു തരാം. ഐ മീൻ എങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുക എന്നൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കാണിക്കുന്നതായിരിക്കും ബെറ്റർ. എന്നാലും എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ശ്രദ്ധിക്കാം. കാണുന്നുണ്ടല്ലോ? അപ്പം ഇതാണ് നമ്മുടെ ജോയിസ്റ്റിക് മൊഡ്യൂൾ എന്ന് ജസ്റ്റ് നോക്കിക്കുക. ഓക്കെ, ഇത് ഇങ്ങോട്ട് താഴേക്കും ഈ സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും അല്ലേ? ഇതാ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെയും അതേപോലെ തന്നെ ഇങ്ങനെയും മൂവ് ചെയ്യിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇങ്ങോട്ടും ഈ സൈഡും, അതായത് ഇതും. അപ്പോൾ ഫോർവേഡ്, പിന്നെ ബാക്ക്വേഡ്, റൈറ്റ്, ലെഫ്റ്റ്,
പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള സെൻറ്റർ പോയിന്റ് ഉണ്ടാവും അല്ലേ? ഈ കോമൺ ആയിട്ടുള്ള സെൻറ്റർ പോയിന്റിന് ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും. അത് മിക്കവാറും എത്ര ആയിരിക്കും? 0. ആ 0ന്ന് കുറച്ച് വാല്യൂ മുമ്പിലേക്ക് പോകുമ്പോൾ ഫോർവേഡിലേക്ക് പോകും. അതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ ബാക്ക്വേർഡ് എന്നൊരു ഡയറക്ഷനിൽ പോകും. അതായത് ഇപ്പം ഇത് 0 ആണെങ്കിൽ ഇത് 1 2 3 4, ബാക്കിലേക്ക് ആണെങ്കിൽ -1 -2 -3 -4. ആ സെയിം കേസും ഇവിടെയാണ് ഉള്ളത്. അപ്പം നമുക്ക് പറയാം ഈ ഫോർവേഡ് ബാക്ക്വേർഡ് ഏത് ആക്സിസിലാണ് ഉള്ളത്? എക്സ് ആക്സിസ്. ഈ ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ളതോ? വൈ ആക്സിസ്. ഇനി നിങ്ങളുടെ മൊഡ്യൂൾ ശ്രദ്ധിച്ചേ, അവിടെ എത്ര ടോട്ടൽ 5 പിൻസ് ഉണ്ടല്ലേ? നോക്കാം. 5 പിൻസ് ഇല്ലേ? ഏതൊക്കെയാ പറഞ്ഞേ? പുതിയതുള്ളത് VRX, VRXY and SW. അതില് VRXY എന്ന് പറഞ്ഞത് ഈ ഡയറക്ഷൻ, VRX എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണ്. ഓക്കെ, എക്സ് ഡയറക്ഷൻ ആണ്. VRY എന്ന് പറയുന്നത് വൈ ഡയറക്ഷൻ ആണ്. അപ്പോൾ ഈ മുകളിൽ നിന്ന്, ഈ സെന്ററിൽ നിന്ന് ഫോർവേഡ് ബാക്ക്വേർഡ് ഇല്ല വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഏത് പിന്നിലേക്ക് കണക്ട് ചെയ്യണം? VRX. ലെഫ്റ്റ് ടു റൈറ്റ് അതെങ്കിലോ VRY. അപ്പൊ SW എന്താ? ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു സ്വിച്ച് ഉണ്ടല്ലേ? ഒരു സ്വിച്ചും കൂടി ഉണ്ട് ഇതാ ഇവിടെ സൈഡ് ഒരു സ്വിച്ച്. ആ സ്വിച്ചിന്റെ പിന്നെ സ്വിച്ച് വേണമെങ്കിൽ നമുക്ക് വയ്യ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഐ മീൻ ഓൾമോസ്റ്റ് ഇതിന്റെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ, ഇതിന്റെ XY ഡയറക്ഷൻ ഒക്കെ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഈ VRXന്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂ അറിയണം. ഒരൊറ്റ മിനിറ്റ്. VRYയുടെ മാക്സിമം മിനിമം അറിയണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോൾ പോയിന്റ്. ഓക്കെ, അതാണ് നമുക്ക് അറിയേണ്ടത്. സാധിക്കുക നമ്മൾ ഒന്നുമില്ലടാ, നമ്മൾ ജസ്റ്റ് ജോയിസ്റ്റിക്കിന്റെ പിൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. ഓക്കെ, GND 5 വോൾട്ട്, VRX, VRY, SW. അതിൽ VRX ഈ കാണുന്ന എക്സ് ഡയറക്ഷനിലത്തെ മോഷന വാല്യൂസ് ചെയ്യുന്ന വാല്യൂസിനെ കാണിക്കും. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടുള്ള വാല്യൂസിനെ കാണിക്കും. SW സ്വിച്ച് ആണ്. ഓക്കെ, അതാണ് ഇതുവരെയായിട്ട് നമ്മൾ പറഞ്ഞത്. അതെല്ലാം ജസ്റ്റ് ഒന്ന് വയർ കണക്ട് ചെയ്യാം. GNDയിലേക്കും 5 വോൾട്ട് കണക്ട് ചെയ്യാം. VRXും VRYയും അനലോഗിലായിരിക്കും. യെസ്. ഇത് നിങ്ങൾക്ക് അനലോഗാണോ ഡിജിറ്റൽ ആണെന്ന് മനസ്സിലാവാതിരിക്കാൻ പാടില്ല. അതായത് ജസ്റ്റ് ഹൈയും ലോവും ആയിട്ടുള്ള ഒരു സാധനം അല്ല, വേരി ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് നല്ല മുകളിലേക്ക് പോവും, അതേപോലെ താഴേക്കും വരും. ഇത് അനലോഗാണ്. ഓക്കെ, അപ്പോൾ VRX A0 കണക്ട് ചെയ്തോ, VRY A1 കണക്ട് ചെയ്തോ. ഓക്കെ, ഓക്കെ, കണക്ട് ചെയ്തോ? സാധിക ചെയ്തോടാ. SW കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. SW നിങ്ങൾ
ഇനിയുള്ള ദിവസം ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് സ്വിച്ച് ആണ്, വേറൊന്നുമല്ല. GND 5 volt and സാധിക മൈക്ക് ഓഫ് ആക്കടാ. ഇത് VRX, മറ്റത് VRY ആൻഡ് യെസ്. ജസ്റ്റ് ഞാൻ ഇന്ന് ലാപ്ടോപ്പിൽ പ്ലഗ് ചെയ്യാണ്. VRX A0, VRY A1. VRX A0. VRY A1. Okay. കാണുന്നുണ്ടല്ലോ. അതിനകത്ത് നമ്മുടെ കോഡ് ജസ്റ്റ് ഒന്ന് എഴുതാം. അതായത് ഫോർവേഡ് ഡയറക്ഷനിലേക്കുള്ള എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഹാഷ് ഡിഫൈൻ ഇപ്പൊ ഇടാം. എക്സ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന നോക്കി നമ്മൾ സ്വന്തം ചെയ്യുന്നല്ലേ. ഓക്കെ, അതായത് പറ്റില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കേൾക്കുന്നില്ലടോ? എല്ലാവരും ഓണം കഴിഞ്ഞ ക്ഷീണത്തിലാണോ? ഹലോ, നോക്കോട്ടോ. എക്സ് ആക്സിസ് ഏത് പിന്നിലെ കണക്ട് ചെയ്തിട്ടില്ലേ? ആ, ഏത് പിന്നിലെ കണക്ട് ചെയ്തിട്ടില്ലേ? എക്സ് ആക്സിസ് ഏത് പിന്നിലെ കണക്ട് ചെയ്തിട്ടില്ലേ? A0 അങ്ങനെ ടൈപ്പ് ചെയ്യാ. ആൻഡ് define y axis A1. Okay, equal to പാടില്ല. Oh, thanks man, thanks. Yes, equal to പാടില്ല. അടുത്തത് A0യും A1 ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? എന്താ ഈ A0 എന്ന് പറയുന്ന എക്സ് ആക്സിസും ഇൻപുട്ട് ആണല്ലേ. അപ്പൊ എക്സ് ആക്സിസ് ഇൻപുട്ട് അല്ലേ? ആണ്. ഈ y ആക്സിസോ? ഏതാ? ആക്സിസ് അല്ലാതെ y ആക്സിസ്. ഓക്കെ, അതും ഇൻപുട്ട് ആണ്. ഓക്കെ, അതൊക്കെ. ഇനി ആദ്യം നമുക്ക് എക്സ് ആക്സിസിന്റെ വാല്യൂ ജസ്റ്റ് റീഡ് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടിട്ട് ഈ ഡാറ്റ ഈക്വൽ ടു എന്താ? അനലോഗ് റീഡ് എക്സ് ആക്സിസ്. ചെറിയൊരു ഡിലേ കൊടുക്കാം. ഓക്കെ, 500 സെക്കൻഡ് ഡിലേ കൊടുക്കാം. ഓക്കെ, എല്ലാവരും ഇല്ല ഇതിൽ? അതുപോലെ വിധുരാജൻ എന്തായി? ഓക്കെ അല്ലേ? വിരാജ്
കേൾക്കുന്നില്ലടോ? ഓക്കെ, നമുക്ക് ഏതായാലും ഇതൊന്ന് അപ്ലോഡ് ചെയ്യാം. എല്ലാ സ്ക്രീനിലേക്ക് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. കോഡിലേക്ക് മനസ്സിലായില്ലേ? എല്ലാം പഠിപ്പിച്ചു തന്നെയാണ്. മനസ്സിലാത്തവനെ പറയാം കേട്ടോ. നോക്കാം. നമ്മൾ സീരിയൽ പ്രിന്റ് ചെയ്തില്ലല്ലോ. ഹലോ, അല്ലെങ്കിൽ എന്ത് പറ്റി? ഹലോ, ചെയ്യുന്നുണ്ട് എല്ലാരും? ആ ആയിട്ടടാ. ഇത് സീരിയൽ അത് സീരിയൽ പ്രിന്റ് എടുത്തില്ല. ഞാൻ അപ്പോഴേക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നോക്കാൻ പോയി. സീരിയൽ ആടാ സീരിയൽ ഡോട്ടിലേക്ക് 1000 ഗ്രൂപ്പിൽ ഇടടാ. ഞാൻ ടൈപ്പ് ചെയ്യട്ടെ കേട്ടോ. സീരിയൽ ഡോട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയി. ഒന്ന് ബ്രീഫായി പറയുന്നുണ്ടായിരുന്നു ക്ലാസ്. യെസ്, ഇപ്പൊ ഒന്നും പറഞ്ഞില്ല. ആദ്യം ജസ്റ്റ് നമ്മുടെ എന്താ നമ്മുടെ ജോയിസ്റ്റിക് മോഡിൽ ജസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആർഡിനോ ബോർഡിലേക്ക്. അതിൻ്റെ GND 5 വോൾട്ടും ആസ് യൂഷ്വൽ, VRX A0 VRY A1 കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഫോർവേഡ് എന്ന് പറയുന്നത് ഈ VRX എന്ന് പറഞ്ഞ പിന്നിലേക്കായിരിക്കും ഇതിൻ്റെ വാല്യൂസ് വരുന്നത്. ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് വരുന്ന ഈ ഒരു മോഷൻ VRY എന്ന് പറഞ്ഞ ഡയറക്ഷനിലായിരിക്കും. അതായത് X ആക്സിസ് Y ആക്സിസ്. അതിനോട്ടുള്ള പിന്നാണ് VRXും VRYയും. ഓക്കെ, അതിനോട്ടുള്ള ചെറിയ കോഡ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ X ആക്സിസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇനി അപ്ലോഡ് ചെയ്യാം. നോക്കാം, എല്ലാം ശ്രദ്ധിക്കാം. മിനിമം, അതായത് മിഡ് പോയിന്റിലുള്ള വാല്യൂ എത്രയാ? ഒരു അനക്കം കൂടാതെ നിൽക്കുമ്പോ VRX 0 ആണോ? മോട്ടർ നോക്കി. 500. എന്താ? യെസ്, about 5 or 4 or 5 or 5 അല്ലേ? 5-4 അല്ലെങ്കിൽ 5-5. ഇനി ജസ്റ്റ് മുകളിലേക്ക് ആക്കുക. നോക്കിക്കോ, നല്ല മുകളിലേക്കുമ്പോ മാക്സിമം എത്രയാ പോകുന്നേ? മാക്സിമം 1023 അല്ലേ? അപ്പൊ മിനിമം ബാക്ക് സൈഡിലേക്കില്ലേ മിനിമം നോക്കാം. എത്രയാ? 0. അതായത് സെന്റർ 504-ഉം മാക്സിമം 1223-ഉം മിനിമം 0 ആണ് അല്ലേ? അടുത്ത Y ആക്സിസിനെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. Y ആക്സിസിനെ റീഡ് ചെയ്യാം. എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. എത്രയാ? 495 സെന്ററിൽ. ആൻഡ് മാക്സ് എത്രയാ നോക്കാം. മാക്സിമം എത്രയാ നോക്കാം.
മാത്സ് എങ്ങനെയാ നിങ്ങളായിരിക്കും അല്ലേ? ലെഫ്റ്റിലേക്കിലെ ആണ് നമുക്ക് ലെഫ്റ്റ് എഴുതിക്കാൻ പറ്റും. അല്ലെങ്കിൽ മിനിമം ലെഫ്റ്റ് എഴുതാം. ലെഫ്റ്റ് 0 ആണ് വരുന്നത്. റൈറ്റ് എത്രയായിരിക്കും വരുന്നത്? 1000. മനസ്സിലായോ? യെസ്. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ വർക്കിംഗ് ഓഫ് ജോയിസ്റ്റിക്ക് വരുന്നത്. ഇതെല്ലാം മനസ്സിലായില്ലേ? ഇനി ഈ കോഡെല്ലാം എഴുതിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയേ. ഈ ഗ്രൂപ്പ് ഈ കോഡിൽ ഗ്രൂപ്പിലേക്ക് ഇടാം. VRX എങ്ങോട്ട് കണക്ട് ചെയ്യണ്ടേ? VRX in A0, VRY in A1. Okay. അനലോഗ് ഇനിലേക്കല്ലേ? എന്താ അനലോഗ് ഇനിലേക്കാണോ? യെസ് അനലോഗ് ആണ്. എന്ത് കാണുന്നില്ല? ഒന്നും കാണുന്നില്ലേ? കണക്ഷൻ നോക്കി. A0 A1 കണക്ട് ചെയ്തേ. അത് ബഗ് കോമ്പിനേഷൻ കോഡ് നീക്കൂടാ. നോക്കേ. ഡാറ്റ വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദിസ് സ്കോപ്പ്. ഡാറ്റ വാസ് not declared in this scope. int data equal to analog grid y axis ആടെ ലൈനിൽ നോക്കി. മനസ്സിലായി. അത് ഞാൻ സീരിയൽ ഡോട്ട് പ്രിന്റ് എല്ലാം ഫസ്റ്റ് കൊടുത്തു. രണ്ടാമത് IND കൊടുത്തു. ശ്രീനന്ദേട്ടാ. യെസ് പറടാ. എന്റെ എന്താ വരുന്നേ? ശ്രീനന്ദേട്ടാ പറ. എന്താ മറ്റേ വെയിറ്റ് സാധിക്കേ നമ്മുടെ ഇവൻ പറയട്ടെ. ഞാൻ ഫോട്ടോ വെക്കാം. ഓക്കെ. ഇനി സത്യ പറ. എന്റെ അപ്ലോഡായി. ഇപ്പം 498 കാണിക്കുമ്പോ അത് Y ആക്സിസ് അല്ലേ? എന്താടാ എന്റെ സീരിയൽ മോണിറ്റർ ഇപ്പം 498 കാണിക്കുന്നേ. അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് കുഴപ്പമില്ല കേട്ടോ. അതല്ല അപ്പൊ ഇതിപ്പോ Y ആക്സിസ് ആണ് റീഡ് ആവുന്നത്. അത് ഞാൻ X ആക്സിസ് അങ്ങനെ ആക്കല്. ഇവിടെ വൈയില്ലേ? ഇവിടെ വൈയിലെടുത്ത് എക്സ് ആക്കി. ഇവിടെ വൈയില്ലേ? ഇവിടെ കോഡ് നോക്കി, സ്ക്രീൻ നോക്കി. ഇവിടെ വൈന്ന് എഴുതിയിട്ടില്ലേ? അവിടെ എക്സ് ആക്കിയാ മതി. എടാ അലന്തേവേ, ഒരു മിനിറ്റ്. ആദ്യത്തെ അലന്തേവേ,
എടാ നീ അത് നമ്മളെ USB പോയിന്റ് ഇല്ലേ അതൊന്നും മുറുക്കിന്ന് കണക്ട് ചെയ്തേ, എന്നിട്ട് നോക്കിയേ. പറയൂ. SW എങ്ങനെയാ കണക്ട് ചെയ്യുന്നത്? ഏതാ SW പിൻ SW വേണ്ട, സ്വിച്ച് ആണ്. സിമ്പിൾ ആണ്, ജസ്റ്റ് വൺ സ്വിച്ച് ആണ്. അപ്പോൾ ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്നത് എന്താ അപ്പോൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ? വേണ്ട. ഹലോ ആദ്യം നോക്കൂല. അങ്ങനെ മൂന്ന് തോക്കാനുണ്ട, ഒരു തോക്കണ്ടേ ഒന്നും കൂടി ചെയ്യിക്കാനുണ്ട്. ജോയിസ്റ്റിക്ക് വർക്കാതെ കാണാം. ജോയിസ്റ്റിക്ക് വർക്കാതെ മൈക്ക് ഓഫ് ആക്കടാ. ശ്രീനന്ദേട്ട അതേപോലെ കാണിക്കുന്നു എറർ. അയ്യോടാ, നിന്റെ മുമ്പത്തെ അതേ പ്രശ്നമാണല്ലോ. നീ നന്നായിട്ടൊന്ന് മുറുക്കി കണക്ട് ചെയ്യാറോടാ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് PC ഒന്ന് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കുക, അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യും. നീ വേറെന്ത് സൊല്യൂഷൻ ഇല്ല, വെറുതെ വരാൻ അങ്ങനെ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പം അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നോക്ക. എന്താ മറ്റൊരു പരിപാടി, നമുക്ക് LED വെച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു പരിപാടി എത്തിച്ച് നോക്കാം. അതായത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് X ആക്സിസ് മാത്രമാണ് ഫസ്റ്റ് ടൈം. ഞങ്ങൾക്ക് സെക്കൻഡ് അസൈൻമെന്റ് വരും. അപ്പം Y ആക്സിസും X ആക്സിസും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, എന്തെങ്കിലും എറർ കാണിക്കുന്നത് അത് നമ്മുടെ എന്താ ബോർഡ് വരെ കണക്ട് ചെയ്യാത്ത ഇഷ്യൂ അടി. നമ്മുടെ അലന്തേവന്റെ ഇഷ്യൂ ഇല്ല, അത് സെയിം ആണിത് കേട്ടോ. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കേബിൾ ഒന്ന് ഒരു ടൈറ്റ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കി, അങ്ങനെ പെട്ടെന്ന് സെർവാണ്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്തൊരു പരിപാടി നടന്നത് X ആക്സിസിന്റെ ഫോർവേഡിലേക്ക് പോകുമ്പോൾ ഒരു LED കത്തണം, താഴേക്ക് പോകുമ്പോൾ മറ്റൊരു LED കത്തണം. അതാണ് നമ്മുടെ പ്രൊജക്റ്റ്. നമ്മുടെ ടൈം ടേബിൾ ഉണ്ടോ? നമ്മുടെ ടൈം ടേബിൾ ഇല്ല, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രൊജക്റ്റ്. അല്ലെങ്കിൽ പ്രൊജക്റ്റ് എന്താണ് മനസ്സിലായില്ലേ? അതായത് ഫോർവേഡിലേക്ക് പോകുമ്പോൾ ഒരു LED കത്തണം, ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ മറ്റൊരു LED കത്തണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും ഓരോ LEDയും രണ്ട് LEDയും കുറച്ച് എംബർവയറും റെസിസ്റ്ററൊക്കെ എടുത്തിട്ട് വാട്ടോ. LED റെസിസ്റ്റർ അതൊക്കെ എന്തിനോ നമുക്ക് എടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല, കിക്ക് ബോക്സ് ഉണ്ടല്ലേ. എൻ്റെ LED കണക്ട് ചെയ്യാം. LED മറ്റേ LED 8, 9 കണക്ട് ചെയ്യാം കേട്ടോ. ഇത് ശ്രീഷ്ണവില്ലേ? ശ്രീഷ്ണവേ,
നീ ചെയ്യുന്നുണ്ടോ? ലാപ്പില്ല. അപ്പൊ ലാപ്പ് ഇതുവരെ സെറ്റ് ആയില്ലേ? ഇല്ല. അതെന്താ? ലാപ്പ് ഓപ്പൺ ആക്കുമ്പോ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അയ്യോ, അപ്പൊ നീ കൊറേ പെൻഡിങ് ആയല്ലോ. ഞാൻ പറഞ്ഞ കണക്ട് ചെയ്തിട്ട് നോക്കലുണ്ടോ? കണക്ട് ചെയ്തിട്ട് നോക്കലുണ്ടോന്നല്ലോ. ഹലോ, ഉണ്ടടാ? നോക്കണം കേട്ടോ. ശ്രീനന്ദേട്ടാ, ആ, എറർ മാറുന്നില്ല. എന്റേത് എറർ മാറുന്നില്ല. ഇവൾക്ക് നവന്തികയിൽ വിൻഡോസ് ഇളവനാണല്ലോ. നീ അലന്തേ നിൽക്കടാ. നവന്തിക, നിന്റെ ആ എറർ ഇല്ലേ, അതൊന്ന് ഫുള്ള് കോപ്പി ആയിട്ട് എനിക്കൊന്ന് അയച്ചേ കേട്ടാ. അലന്തേവിന്റെ ആ സെയിം ഇഷ്യൂ ആണ്. നിനക്ക് മുമ്പുണ്ടായ അലന്തേവിന് മുമ്പുണ്ടായ ഇഷ്യൂ ഇല്ലടാ. നീ വീട്ടിലേക്ക് വന്നിട്ട് അലന്തേവേ സെയിം ആണ്. സെയിം ഇഷ്യൂ ആണത്. അത് ജസ്റ്റ് എന്താ ചെയ്ത് നീ ലാപ്ടോപ്പിൽ ഓൺ ഓഫ് എല്ലാം ചെയ്തിട്ട് നോക്കിയോ? ഇല്ല, ഞാൻ മാറ്റി കുത്തി നോക്കി. വയറല്ല. നീ വയറിന്റെ ആ നമ്മുടെ ആടിനെ ബോർഡിൽ കണക്ട് ചെയ്യുന്ന ആ ആക്റ്റീവ് അല്ലേ, അത് നല്ല ടൈറ്റിൽ തന്നെയാണ് കണക്ട് ചെയ്തേ. നീ ഒന്ന് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഓൺ ആക്കി നോക്കൂ കേട്ടോ. നോക്കട്ടെ, നവന്തികയില നോക്കട്ടെ. ഈ സ്റ്റിക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലേ ഇപ്പം 504 തന്നെ കിട്ടാത്ത. എനിക്കിപ്പോ 502ഉം 501 ആണ് സീരിയൽ. ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് പറഞ്ഞ കേട്ടോ. നവന്തികയുടെ ഇഷ്യൂസ് നോക്കാം. ശ്രീനന്ദേട്ട അപ്ലോഡായി. അല്ലേ, എങ്ങനെ? അത് ഞാൻ ആദ്യം ന്യൂസ് സ്കെച്ച് എടുത്തിട്ട് ആദ്യം ടൈപ്പ് ആക്കി. ആണല്ലേ. നവന്തിക, നീ ഇപ്പൊ എന്താ ചെയ്തത്? മറ്റേ ലാപ്ടോപ്പ് ഓഫ് ആക്കിട്ട് ഓൺ ആക്കിയാ? ഇല്ല, ഞാൻ ഇല്ലേ. ജസ്റ്റ് ആദ്യം അൺപ്ലഗ് ചെയ്തിട്ട് 10-15 സെക്കൻഡ് ആയിട്ട് ആദ്യം പ്ലഗ് ചെയ്തിട്ട് നോക്കാം. നന്നാ ടൈറ്റ് ചെയ്തിട്ട് ആക്കി രണ്ട് സൈഡും. എന്നിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കാം. പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ആയിട്ട് ഒന്നുകൂടെ നോക്കാം കേട്ടോ. അത് ഇതാ സെയിം ഇഷ്യൂ ആണ്. ഇത് ഇവിടെ തന്നെ നോക്കുക. മറ്റേ കോം 3, നീ കോം 3 കണക്ട് ചെയ്തത് അത് ഉറപ്പ് വരുത്താം അത് തന്നെയാണോ. അൺപ്ലഗ് ആൻഡ് റീപ്ലഗ് ആണ് ഞാൻ പറഞ്ഞത് തന്നെയാണ്. വേറൊന്നും ഇഷ്യൂ അല്ല അത്. ആൻഡ് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് തന്നെ കിടക്കാം. ഞാൻ 2 LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രൗണ്ട് പോകണം. മറ്റേ കോമണന്റ് കണക്ട് ചെയ്യാം. ഇനി LED അറിയില്ല അതിൻ്റെ ആരും വരില്ലേ. ഓക്കെ, LED എല്ലാവരും കണക്ട് ചെയ്യണം. ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. എന്താ മനസ്സിലായില്ല. എടാ, 2 LED കണക്ട് ചെയ്യും. 2 LED കണക്ട് ചെയ്യും. 2 LED കണക്ട് ചെയ്യുന്നു. ഹലോ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞേക്കണോ? ഇപ്പൊ കുറച്ച് കേൾക്കുന്നുണ്ട്. എടാ, നീ ഇല്ല, നിന്റെ മൈക്ക് ഓഫ് ആകറോ? നിന്റെ മൈക്ക് ഓഫ് ആക്ക്. അതായത് സാത്വികേ, ഇപ്പൊ 2 LED നീ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യും കേട്ടോ. ആ LED ഒരു പിന്ന്
8ലേക്കും മറ്റത് 9ലേക്കും കണക്ട് ചെയ്യും. LED നമുക്ക് കുറേ പ്രാവശ്യം വർക്ക് അയക്കുന്നത്, അറിയില്ല എന്ന് പറയരുത്. ജസ്റ്റ് ഒന്ന് 9ലേക്ക് കണക്ട് ചെയ്യാം. ചെയ്തു എല്ലാവരും? യെസ്, ഓക്കെ ഓക്കെ. അതൊന്ന് കാണിക്കോ? എന്താ റെഡ് ബോൾ എടാ LED കണ്ടേനറില്ല, ശ്രദ്ധിക്കേ. അറിയാം. എന്താണ് പറ്റി? എന്താ ഈ റെയില് നെഗറ്റീവ് കണക്ട് ചെയ്തു, പോസിറ്റീവ് സൈഡ് ഒരു റെസിസ്റ്റർ വഴി 9ഉം 10ഉം എന്ന് പറഞ്ഞ പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, ഇനി കോഡ് ശ്രദ്ധിക്കുക. നമ്മ ഇതിലേക്ക് എന്ത് കൂടി ആഡ് ചെയ്യണം? അപ്പോ LED 2 LED അല്ലേ, 2 LED. LED 1 ഏത് വലിയ കണ്ടിട്ടില്ലേ? 8 ആൻഡ് 9. LED 2 ഏത് വലിയേക്കാ? 9ലേക്കാണ് അല്ലേ? അല്ലേ, അത് രണ്ട് എന്തുവാ? ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? യെസ്, ഔട്ട്പുട്ട്. LED 1 ഔട്ട്പുട്ട്, പിൻ മോഡ്. LED 2 ഔട്ട്പുട്ട്. ഓക്കെ, അത്ര ചെയ്തു. ഇനി ഞാൻ എക്സ് ആക്സിസ് മാത്രമാണല്ലേ നോക്കുന്നത്. നേരത്തെ തന്നെ വാല്യൂസ് ഇവിടെ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതായത് സെൻട്രൽ സൈഡിലുള്ളത് 505 504 മാക്സിമം പോകുമ്പോൾ 1023 മിനിമം പോകുമ്പോൾ 0 ആണ് അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഏത് കണ്ടീഷനാണ് യൂസ് ആക്കുന്നത്? വിധിരാജ് അറിഞ്ഞോ? അതേപോലെ തന്നെ നമ്മുടെ ആദിത് അറിയോ? യെസ്, ഇഫ് കണ്ടീഷനാണ്. ഇഫ് കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അത് ഇഫ് എക്സ് ആക്സിസിന്റെ അനലോഗ് റീഡ് എവിടെയാ നമ്മളിപ്പോ സ്റ്റോർ ചെയ്തിട്ടില്ലേ? ഡാറ്റ നോക്കാം ഗ്രേറ്റർ ദാൻ 510. എൻ്റെ ഇപ്പം മിനിമം വാല്യൂ സെൻറ്ററത്തെ മിനിമം വാല്യൂ 504 505 ആണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേഷൻ എടുത്തിട്ട് 510 ആക്കി. അപ്പം 504 505 ആണ് ഇപ്പോൾ സെൻറ്ററിലേക്ക് എനിക്ക് കിട്ടുന്നത്. 506 കൊടുത്താൽ മേ ബി അത് ഓട്ടോമാറ്റിക്കായിട്ട് 6ലേക്ക് സ്വിച്ച് ആവാം തൊടാതെ തന്നെ. ചെറിയ എററൊക്കെ വരാം, ദാറ്റ്സ് കോമൺ. അതുകൊണ്ട് ഞാൻ 510 കൊടുത്തു. ഇഫ് ഡാറ്റ is greater than 510 digital write LED 1 high. Yes, okay. അടുത്തത് റെഡ് ബോർഡില് കുത്തിയ ഒരു റെസിസ്റ്ററിന്റെ നേരെയില്ല ഒരു പിൻ മറ്റേ ജമ്പർ വയറില്ലേ, അത് ആർഡിനോയില് 9 പിന്നെ ചെയ്യണ്ടേ? 8ലേക്കും നമ്മുടെ മുമ്പത്തെ കോഡിലെ 0.lm അതൊക്കെ റിമൂവ് ചെയ്യണം. അത് ചെയ്തതിന്റെ ആവശ്യമില്ല. നമുക്ക് സീരിയലി ഇതിന്റെ ഡാറ്റ നമുക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ ബേസിക്കലി. മനസ്സിലായോ? എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ ഇതില്. ഹൃജയ്, ദേവന, ചിച്ചു സാര, ആർണവ്, ആദിത്യ ചെയ്യുന്നുണ്ട്, വിധിരാജൻ ചെയ്യുന്നുണ്ട്, അലൻദേവ് ചെയ്യുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. ഓക്കെ, കൊടുത്തു വാക്കര. ഹൃജയ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ആർണവ് കണക്ഷൻ GND കണക്ട് ചെയ്യാ, 5 വോൾട്ട് 5 വോൾട്ട് കണക്ട് ചെയ്യാ, VRX A0 കണക്ട് ചെയ്യാ, VRY A1 കണക്ട് ചെയ്യാ,
LED ഒരു LED 9ലേക്കും മറ്റൊരു LED 8ലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ, യെസ്. else if data less than അതിന്റെ മിനിമം എത്രയാ? 0 ആണല്ലേ? സെൻട്രലുള്ളത് 504 505 ആണ് അല്ലേ? എന്താ 2 ആണോ? ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നേരത്തെ എനിക്ക് 504 505 ആണ് കിട്ടിക്കൊണ്ടായത്. അതുകൊണ്ട് ഞാൻ ഗ്രേറ്റർ ദാൻ 510 കൊടുത്തു. അപ്പൊ ഇവിടെ ലെസ് ദാൻ 505 അല്ലെങ്കിൽ 504 സെന്റർ ആകുമ്പോൾ ഞാൻ ഒരു 490 കൊടുക്കും. ഒരു 10 മൈനസ് ആക്കി തന്നെ കൊടുക്കും, ഒരു അപ്രോക്സിമേഷൻ ഉണ്ട്. മനസ്സിലായോ? യെസ്. അത്രയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് LED too high. else ഇതൊന്നും അല്ലെങ്കിൽ LED എന്താവണം? ഇതൊന്നും അല്ലെങ്കിൽ LED എന്താവണം? എന്താ? ലോ ആണ് അല്ലേ? അപ്പൊ else ഡിജിറ്റൽ റൈറ്റ് LED 1 low and digital right LED 2 low. ഓക്കെ, യെസ്. ഞാൻ ജസ്റ്റ് അപ്ലോഡ് താഴെ ചെറിയൊരു ഡീലിങ് കൊടുക്കാം. നമുക്ക് ചെറിയൊരു ഡീല്, ഒരു 100ന്റെ ഡീലിങ് കൊടുക്കാം. ഒരു മെനക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കോഡ് ചെയ്യാൻ. ഓക്കെ, ഡിജിറ്റൽ ഓക്കെ, സ്മോൾ ആയിട്ടാണല്ലേ? ക്യാപിറ്റൽ ആക്കാം. ജസ്റ്റ് അപ്ലോഡ് ചെയ്യാമോ? 2 T വന്നിട്ടുണ്ട്. ഗ്രൂപ്പിലേക്ക് ആക്കാൻ പറ്റുമോ? എന്താടാ ഗ്രൂപ്പിലേക്ക് കംപ്ലീറ്റ് ചെയ്ത ഞാൻ ഫസ്റ്റത്തെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. റെസിസ്റ്ററിന്റെ വാല്യൂ ഇങ്ങനെ കൂടുതലാണ്. കുറേ റെസിസ്റ്റർ ഉണ്ട്, അപ്പോൾ ഞാൻ വാല്യൂസ് നോക്കില്ല. കേടാൻ നോക്കി. ഓക്കെ, നോക്കി. ഫോർവേഡ് ഒക്കെ ആക്കി ഒരു LED കത്തി, ബാക്ക്വേർഡ് ഒക്കെ ആക്കി മറ്റൊരു LED കത്തി. വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഇന്നെ ശ്രദ്ധിക്ക, ഇതന്നെ അല്ലേ നമ്മുടെ റിമോട്ട് കൺട്രോൾ കാർ അല്ലേ? ഫോർവേഡ് പോകുമ്പോ ഫോർവേഡ് കറങ്ങി, ബാക്ക്വേർഡ് പോകുമ്പോ ബാക്ക്വേർഡ് കറങ്ങി. ഇതിന്റെ പകരമായിട്ട് നമുക്ക് ഇവിടെ LED കണക്ട് ചെയ്ത പോലെ ഇവിടെ മോട്ടർ കണക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷെ നീ ശ്രദ്ധിക്ക, ഈ ആർഡിനോ ചെറിയ കുഞ്ഞു ബോർഡല്ലേ, ഇതിന് അത്രയും മോട്ടറിനെ താങ്ങാൻ പറ്റും. അത്ര ഈ ഒരു മോട്ടർ ഉണ്ടോ? ഇതിന് മോട്ടറാണ്. ഇതിന് മോട്ടറാണ്. ഇത് നമ്മുടെ റീസെന്റ് നമ്മുടെ ചെയ്യുന്ന പ്രൊജക്റ്റിന് മോട്ടറാണ്. ഇത് നമ്മുടെ എന്താ പമ്പാണ്, ബേസിക്കലി പമ്പാണ്. ആൻഡ് ഇപ്പൊ നമ്മുടെ ക്ലയന്റിന്റെ പ്രൊജക്റ്റ് ഉണ്ട്. ക്ലയന്റിന്റെ പ്രൊജക്റ്റിന് കൊണ്ട് ഞാൻ യൂസ് ആക്കുന്ന ഒരു മോട്ടറാണ് ഇതോ. ഇതിന് കഴിഞ്ഞ് എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, പുതിയൊരു കൊറിയർ വന്നതാണ്. ഇതാ കണ്ടോ, 60 RPM നല്ല മോട്ടറാണ്. ഇതിന്റെ ഇതാണ് ബാറ്ററി. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഏൽപ്പിച്ചു തരാം. കൈൻഡ് ഓഫ് വെരി ഹാർഡാണ് ഇത്. നോക്കാം, ഇത് താങ്ങുന്ന പോലെ അല്ല. കണ്ടോ, കറങ്ങുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. ഹൈ ടോർക്കാണ്. അതായത് ഇത് കുറച്ചും കൂടി മാത്തമാറ്റിക്കൽ ഉണ്ടെന്നുണ്ടോ, മനസ്സിലായി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സൈഡ് എഴുതിയതുണ്ടോ? 10 RPM, 30 RPM, 45 RPM, 60 RPM, 100 RPM, 1000 RPM. യെസ്, റൊട്ടേഷൻ പെർ മിനിറ്റ്. അപ്പൊ RPM കൂടുമ്പോ
ടോർക്ക് എന്താവും? കൂടും. എന്താ കുറയും. RPM കുറയുമ്പോ ടോർക്ക് കൂടും. മല്ലേ കറങ്ങുമ്പോ നല്ല ടോർക്ക് കിട്ടും. ഭയങ്കര സ്പീഡിൽ കറങ്ങുമ്പോൾ ടോർക്ക് അങ്ങനെ കിട്ടിയില്ല. എന്താ ടോർക്ക് എന്ന് പറഞ്ഞാല് +1 പഠിക്കുന്നതും +2 പഠിക്കുന്നതും എല്ലാ ആൾക്കാരോടും എന്താ ടോർക്ക് എന്ന് പറഞ്ഞാല് ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? സോറിടാ, ഹയർ സെക്കൻഡറി ഇല്ലാത്ത ആൾക്കാരെല്ലാം കോഡ് അയച്ചത് കേട്ടോ. അയച്ചിട്ടുണ്ട് കേട്ടോ. ടോ ഈസ് ഈക്വൽ ടു PE സൈൻ. എടാ ഇതല്ലടാ, ഇതല്ല, ഇത് നമ്മുടെ എന്താ നമ്മുടെ ഈ പി എന്ന് പറഞ്ഞ മറ്റേ ഇതല്ലേ? ആ ഇതിലാ ഈ പി പി നമ്മുടെ ഇതല്ലേ? എടാ 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 മറ്റേടാ, അല്ലല്ല എനിക്കത് മറക്കാൻ പാടില്ല. നമ്മുടെ ഇതില്ലേ, അതന്നെ അതിന്റെ സംഭവം തന്നെ കിട്ടുന്നതിന് അവളേക്ക് മറ്റേ ഇതില്ലേ? എടാ പീലടാ, മൊമെന്റാ എന്തിടാ? മൊമെന്റല്ല ഡൈപോൾ മൊമെന്റ്. ഈ പി സൈനിക നിൽക്കുന്നത് കിട്ടിയ മനസ്സിലായാ? പി അയച്ചിട്ടുണ്ട്. പി ക്രോസ് ഇ ആണ് ഇത് നമ്മുടെ ഡൈപോൾ മൊമെന്റിലെ കൂടെ ഇക്വേഷൻ. ഇതല്ല നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇത് ഡൈപോൾ മൊമെന്റ് ടോർക്കാണ് ഫിസിക്സിലത്തെ. അതല്ല നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഇവിടെ നോക്കേണ്ടത് R ക്രോസ് F ആണ്, അല്ലെങ്കിൽ R ഡോട്ട് F ആണ്, അല്ലെങ്കിൽ RF cos θ. RF sin θ അല്ലേ? cos θ ആണോ? sin θ ആണല്ലേ? അപ്പോൾ R ക്രോസ് F ആണ് അല്ലേ? അതായത് റേഡിയസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഇൻറ്റു അപ്ലൈങ് ഫോഴ്സ്. അതായത് ഈ ഒരു ലോ ആയിട്ടുള്ള റോഡ് ഉണ്ട്, ഇതിൻ്റെ ലെങ്ത് 6 ആണ്. ഇതിനെ നമ്മൾ താഴേക്ക് 20 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇവിടെ അനുഭവപ്പെടുന്ന ബലം, ഇവിടെ അനുഭവപ്പെടുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലേ? അതാണ് ടോർക്ക് അല്ലേ? അപ്പൊ ഭയങ്കര സ്പീഡിൽ കറങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ ടോർക്ക് അങ്ങനെ കിട്ടൂല. അതിന്റെ ഗിയർ, അതായത് ഈ ടോർക്ക് ശരിക്കും ഈ നമ്മുടെ വീൽസിന്റെ ടോർക്ക് നിർണ്ണയിക്കുന്നത് ഉള്ളിലത്തെ ഗിയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? അപ്പൊ സ്പീഡ് കൂടുമ്പോ ഗിയറിന്റെ എണ്ണം കൂടുക കുറയോ? കുറയും. യെസ്. അപ്പൊ സ്പീഡ് കൂടുമ്പോ ഗിയറിന്റെ എണ്ണം കുറയും, അതായത് ടോർക്ക് കുറയും. സ്പീഡ് കൂടുമ്പോഴോ സ്പീഡ് കൂടുമ്പോ ഗിയറിന്റെ എണ്ണം കുറയും, അപ്പൊ ടോർക്ക് കുറയും. ആൻഡ് ഗിയറിന്റെ എണ്ണം കുറയുമ്പോ ഗിയറിന്റെ എണ്ണം കൂടുമ്പോ ഗിയറിന്റെ എണ്ണം കൂടുമ്പോ സ്പീഡ് കുറയും അല്ലേ? സ്പീഡ് കുറയും, ടോർക്ക് കൂടും. എന്തുകൊണ്ടാ? ഗിയറിന്റെ എണ്ണം കൂടുതലാണ് അല്ലേ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, സ്പീഡ് ഓഫ് ദി വീൽ ഓർ എനി ക്വാണ്ടിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടോർക്ക്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോർക്ക്. ഇതെല്ലാം മാത്തമാറ്റിക്കലി എത്രത്തോളം നല്ല പ്രൂഫ് ആണെന്ന് എനിക്കറിയില്ല, ഇത് എൻ്റെ ഒരു തിയറിയാണ്. സ്പീഡ് കൂടുമ്പോൾ ടോർക്ക് കുറയും, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോർക്ക്. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ഇതിന് ബാക്കിത്തെ ഫിസിക്സോ മാത്സോ ഐ മീൻ ഫിസിക്സ് ഓൾ അബൌട്ട് ഫിസിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സെയിം സംഭവമാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ കാറിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ഹൈ ടോർക്കും ഹൈ RPM മോട്ടർ നമ്മുടെ ആർഡിനോ കൂടെ താങ്ങുമോ?
താങ്ങോടോ ഈ LED പകരം മോട്ടർ വെച്ചാൽ ഇത് കത്തിപ്പോവും. എന്റെ കത്തിയിലുണ്ട് ഈ ആർഡിനോ. താങ്ങൂല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മോട്ടർ ഡ്രൈവറുകൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? കണ്ടോ, ഇതാണ് മോട്ടർ ഡ്രൈവർ. കണ്ടോ, ഇതിന്റെ ഹീറ്റിനെല്ലാം താങ്ങാൻ വേണ്ടി ഇതാ ഇവിടെ നല്ല വലിയ ഹീറ്റ് സിങ്ക് ഒക്കെ ഉണ്ട്. കണ്ടില്ലേ? ഈ രണ്ടറ്റത്തിലേക്ക് നമ്മൾ മോട്ടർ കണക്ട് ചെയ്യും. മോട്ടറിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യും. ഈ കാണുന്ന 4 പിന്ന് ഉണ്ടല്ലേ, ഇതിലേക്കാണ് നമ്മൾ ആർഡിനോ വരുന്ന പിന്ന് കണക്ട് ചെയ്യുന്നത്. ഇത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. മനസ്സിലാവും? എന്താ അത് ഈ LED പകരമായിട്ടോ? ഈ LED പകരം സെർവോ മോട്ടർ കുറെ ടൈപ്പ് ഉണ്ടിടാ. നിങ്ങളുടെ കയ്യിലെ സാധാരണ ഒരു മിനിറ്റ് ഹലോ. യെസ്. അപ്പം എന്താ പറഞ്ഞു തന്നത്? സെർവോ മോട്ടർ കുറെ ടൈപ്പിലുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നീല സെർവോ മോട്ടർ അല്ലേ, അത് ചെറിയൊരു കറണ്ട് മാത്രമേ എടുക്കൂ. അതിന് ടോർക്ക് കൊടുക്കുമ്പോൾ കറണ്ട് കൂടുതൽ എടുക്കും, അപ്പോൾ വേറെ സപ്ലൈ കൊടുക്കണം. ആ വലിയ മോട്ടറോ അല്ലെങ്കിൽ കൂടുതൽ ടോർക്ക് വരുന്ന സെർവോ ആണെന്നുണ്ടെങ്കിൽ വേറെ തന്നെ സപ്ലൈ കൊടുക്കണം. അതിന് വേറെ തന്നെ ഡ്രൈവറുടെ ആവശ്യമില്ല, വേറെ സപ്ലൈ കൊടുത്താൽ മതി. മനസ്സിലായോ? അതായത് സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ സെർവോ മോട്ടറിന് എത്ര പിന്നില്ലേ? 3 പിന്നല്ലേ? ഈ 5 വോൾട്ടും GND അല്ലേ പവർ. ഇത് വേറെ ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ കൊടുക്കാം. ഇത് മാത്രം അർഡിനോ കണക്ട് ചെയ്താൽ മതിയില്ലേ? പക്ഷെ മോട്ടറിന്റെ കേസ് അങ്ങനെ അല്ലല്ലോ. എത്ര പിന്നെ ഉള്ളൂ? 2. അപ്പോ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടി പറഞ്ഞുതരാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയാണ് ഇലക്ട്രോണിക്സിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നത്. അതായത് ഇത് മോട്ടറിന് സിമ്പിളാണ്. ഇത് മോട്ടറിന് സിമ്പിളാണ്. മോട്ടർ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാൽ, ഇത് ആർഡിനോ എന്ന് വരുന്ന ലൈനാണ്. ഇത് നേരെ 12 വോൾട്ട് പ്ലസ് 12 വോൾട്ടും മൈനസിനെ എവിടെ കണക്ട് ചെയ്യണം? ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. അപ്പം ആർഡിനോന്ന് ഹൈ വരുമ്പോ എന്താവണം? സാധാരണ മോട്ടർ കറങ്ങണം. അതായത് ഈ സ്വിച്ച് ഓൺ ആണ് അല്ലേ? ലോ ആകുമ്പോ സ്വിച്ച് ഓഫ് ആണ്. ഈ സ്വിച്ചിനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ എന്ന് കേട്ടിനോ? കയ്യിലുണ്ട് കാണാം. ട്രാൻസിസ്റ്റർ കാണിച്ചു തരാം. സ്റ്റാർട്ടിങ്ങിൽ നിൽക്കടാ, ഇവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കണം. നീ ശ്രദ്ധിക്കട്ടാ, മറന്നിട്ടാ. കണ്ടോ? ഓക്കെ. ഇതൊക്കെയാണ് ട്രാൻസിസ്റ്റർ. കണ്ടോ? അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സിന് ട്രാൻസിസ്റ്ററിന്റെ ഭാഗത്തിലേക്ക് എത്തി. ഈ ലോകത്തിൽ വലിയ 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 മാറ്റങ്ങൾ സൃഷ്ടിച്ച വലിയ അത്യാവശ്യമായിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ട്രാൻസിസ്റ്റേഴ്സ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടായത് i7 പ്രോസസ്സേഴ്സ്, i9 പ്രോസസ്സേഴ്സ്, i3 പ്രോസസ്സേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവില്ലേ? അതിൻ്റെ അകത്തുണ്ടാകുന്ന ട്രില്യൺസ് ഓഫ് കണക്കിനുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ്. മനസ്സിലായോ? അതായത് ഈ ട്രാൻസിസ്റ്ററിന്റെ പേര്, ഈ ചെറിയ ട്രാൻസിസ്റ്ററിന്റെ പേര് BC557 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററാണ്. അപ്പം സംഭവം എന്താ വെച്ചാൽ, ഇതിന് ഒരു പിന്നിലേക്ക് മോട്ടറിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യും. ഈ ഒരു പിന്നിലേക്ക് ബാറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യും. ഇതിലേക്ക് ആർഡിനോയുടെ ഹൈ കണക്ട് ചെയ്യും. അപ്പോൾ ഹൈ കണക്ട് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ സ്വിച്ച് ഓൺ ആവും. ഇതിനുള്ളിൽ സ്വിച്ച് ഉണ്ടാവും, അത് സ്വിച്ച് ഓൺ ആവും. ഇല്ലാത്ത സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഓഫ് ആവും. ട്രാൻസിസ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, PNPയും NPNും. ഓക്കെ. ട്രാൻസിസ്റ്ററിൻ്റെ കുറച്ചും കൂടി വലിയ പവർ എടുക്കുന്നവരെയാണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഇതൊരു മോസ്ഫെറ്റ് ആണ്. ഇതിന് 3 പിന്നുണ്ട്: കളക്ടർ, ബേസ്, എമിറ്റർ.
മോസ്ഫെറ്റിന് 3 പിന്നുണ്ട്, ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ. ഓക്കെ, ഇത് കുറച്ചും കൂടി ഹൈ എൻഡ് ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ. പറഞ്ഞു അടുത്ത സാധ്യത പറയൂ. ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് കോമ്പിനേഷൻ എന്നത് LED1 was not declared in the scope. നീ എന്റെ സെയിം കോഡ് തന്നെയാണോ കോപ്പി ചെയ്തിട്ടുള്ളത്? നീ കോഡ് കോപ്പി ചെയ്തതാണോ അതോ ടൈപ്പ് ചെയ്തതാണോ? ആദ്യം ടൈപ്പ് ചെയ്തു, അപ്പൊ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഞാനത് കോപ്പി ചെയ്തിട്ടു. അപ്പൊ വർക്കായോ? ഇല്ല. നീ കോഡിന്റെ ഫോട്ടോ വെച്ച് ആ മോട്ടോർ ഡ്രൈവർ എങ്ങനെ ഉപയോഗിക്കുന്നത് മനസ്സിലായോ? മോട്ടോർ ഡ്രൈവറും മോട്ടോർ ഷീൽഡും തമ്മിൽ എന്നാ വ്യത്യാസം പറഞ്ഞു? മോട്ടോർ ഷീൽഡ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വലിയ വലിയ ലൈബ്രറീസിൽ യൂസ് ആക്കണം. പിന്നെ അതിന് 4 മോട്ടോർ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ മോട്ടോർ ഡ്രൈവർ, നീ ഒരു നീല കളറിലെ മോട്ടോർ ഷീൽഡല്ലേ കണ്ടേ? അതിന് വലിയ അതായത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മോട്ടോർസ് ഒക്കെ ഇല്ലേ, അതൊന്നും താങ്ങാൻ അതൊന്നും താങ്ങാൻ ശേഷിയില്ല, അത് വേഗം ഹീറ്റ് ആയി പോകും. പക്ഷെ ഈ കാണുന്ന മോട്ടോർ ഡ്രൈവർ ഇല്ലേ, ഇത് ഹീറ്റ് ആയാലും കുഴപ്പമില്ല. എന്താ അതിന് ബാക്കിൽ കണ്ട ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. ഇതിനാണ് നമ്മൾ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഉപയോഗിക്കുന്ന ഇതാണ് നല്ലത്. കോഡിന്റെ ലെങ്ത്തും കുറയും, ഉപയോഗിക്കാൻ നല്ലതാണ്. പക്ഷെ ചെറിയ മോട്ടോഴ്സിനാലും മറ്റേതാണ് നല്ലത്. ഓക്കെ, എല്ലാവർക്കും വർക്കായോ? പ്രൊജക്ട് വർക്കായോ? ഓക്കെ സാർ ഞാൻ അയച്ചിട്ടുണ്ട്. ആണോ? സാധികേ നീ 34ാമത്തെ വരിയില്ലേ? 34ാമത്തെ വരിയില്ലേ ഒരു ബ്രാക്കറ്റ് ഇട്ടെ, ഒരു ബ്രാക്കറ്റ് ഇട്. ഇന്ന് നോക്ക് കേട്ടോ. എല്ലാവർക്കും വർക്കായോ? ആരില്ല, ആർക്കും വർക്കായി? ക്ലോസ് ചെയ്യുന്ന ബ്രാക്കറ്റാ? ക്ലോസ് ചെയ്യുന്ന കേളി ബ്രാക്കറ്റ് ആണ്. അത് ഞാൻ 39ാമത്തെ റോൾ ഇട്ടിട്ടുണ്ട്. എന്താ? അത് ഓൾറെഡി ഞാൻ ലാസ്റ്റ് റോള് നിന്റെ അടിയിൽ 39ാം റോളിൽ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ക്ലോസ് ചെയ്തതാ. വോയിഡ് സെറ്റപ്പ് ആണ്. അലന്തേവേ നീ ഗ്രൗണ്ട് എവിടെയാണ്ടത്? LED അത് നെഗറ്റീവില് കണക്ട് ആക്കി തരുമ്പോ ഒരു LED മാത്രം കത്തുന്നത്, ഒന്നും തൊടാതെ തന്നെ.
അങ്ങനല്ലടാ, നീ നിന്റെ ആ ഒരു റെഡ് വയറില്ലേ നീ അവിടെ നടത്തേ, അതെന്തിനാ അവിടെ വെറുതെ വെച്ചത്? നീ ഗ്രൗണ്ടിലേക്ക് ഒന്നും കണക്ട് ചെയ്തില്ല. ഇതാ ഈ വയറുണ്ട, ഞാനിവിടെ കണക്ട് ചെയ്തതിന്റെ വയറുണ്ടോ? ഇതാ ഇവിടെ കണക്ട് ചെയ്യണമെന്ന്, മനസ്സിലായോ? ആ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? അതെന്തേ അത് ഫ്രണ്ടിലേക്ക് ആക്കുമ്പോ സാറ് ഈ അറ്റത്തൊന്ന് കുത്തിട്ട് അത് ഓടിയോട് കുത്തണ്ടേ? ഒരു മിനിറ്റടാ സാത്തിക്ക്. ആ അലന്തേവേ എന്താടാ? അത് ഒരു LED ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീ അത് മറ്റേ കോഡ് അപ്ലോഡ് ചെയ്തോ? കോഡ് അപ്ലോഡ് ചെയ്തോ? അപ്ലോഡ് ചെയ്തു. നീ അതിന് മുമ്പിലൊക്കെ ബാക്കിലേക്ക് നീക്കറ, അപ്പൊ എന്താ ആവുന്നേ? ആ ഒരു LED മാത്രം ബ്ലിങ്ക് ആണ്, വേറൊന്നും ആവുന്നില്ല. ആ നീയില്ലേ ഞാൻ നേരത്തെ കാണിച്ചെന്ന നേരത്തെ അയച്ച കോഡില്ലേടാ, ഫസ്റ്റ് അയച്ച് അതിലാണ് അനലോഗ് റീഡ് Y ആക്സിസ് എന്നാണ് എഴുതിയിട്ടില്ലേ? അതെ. അവിടെ X ആക്സിസ് ആക്കിയിട്ട് എന്താ ഔട്ട്പുട്ട് എന്താ കാണിക്കുന്നത് നോക്കറോ? സാറുടെ അറ്റത്തൊരു അതാ റോഡിന് വേണം കുത്തണ്ടേ? എന്താ അതാ റോഡിന് വേണം കുത്തണ്ടേ? അത് അവിടെയോ ഇല്ലേ? എവിടെയാ 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 പറഞ്ഞു നീ എവിടെയാ? എന്താ സാറിന്റെ കഴിഞ്ഞിടത്തിൽ ആ ചമ്മന്മാരില്ലേ, അത് അറുപതിനോട് ഇടക്കുത്തണ്ടേ? അത് നീ പറ എവിടെയാ കണ്ടേ? അനലോഗില ആണോ? ഡിജിറ്റൽ. ഇതെന്താ പിന്നെന്താ? ഇതെന്താ പിന്നെന്താ? ഇതേതാ പിന്നെ? അത് നെഗറ്റീവ്. നെഗറ്റീവ് എവിടെ കണ്ടേ? ഗ്രൗണ്ട്. പിന്നെ ചോദിക്കുന്നേ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ, മനസ്സിലായോ? ഓക്കെടാ. അപ്പൊ എന്തായാലും വർക്കിംഗ് ആണോ? ഓക്കെ. എല്ലാവരും ഞാൻ പേരിനെ വിളിക്കാം. ആദ്യത്തെയാണ് ആർണവന്. നീ അത് കണക്ട് ചെയ്യാ ആദ്യം കേട്ടോ. അപ്ലോഡ് ചെയ്തോ? കോഡ് അപ്ലോഡ് ചെയ്തോ? കോഡ് അപ്ലോഡ് ചെയ്തോ? അപ്ലോഡ് ചെയ്തു. സാറിന് കാണിച്ചില്ലേ? എന്താ LED 1 was not declared this scope. LED 1 was not declared. Okay. നീ വോയിസ് സെറ്റപ്പ് ഒന്ന് കാണിച്ചാ എനിക്ക്? വോയിസ് സെറ്റപ്പ് ഒന്ന് കാണിച്ചാ എനിക്ക്? വോയിസ് സെറ്റപ്പ് ഒന്ന് കാണിച്ചേ. സെറ്റപ്പ് LED അവിടുത്തു. LED 1 കൊടുത്തു. അത് നിങ്ങളുടെ മുകളിൽ കാണിച്ചേ അവിടെ കൊടുത്തു. അവിടെ കോഡ് അവിടെ അവിടെ കോഡ് എഴുതാനുണ്ട്. നോക്കി പിന്നെ ഇതെവിടെ പിന്നെ
ആ ആ ഞാനേ എന്നോട് ഓപ്പൺ ചെയ്തില്ല പത്തനല്ലേ പത്തനം അപ്പോഴും ഓപ്പൺ ചെയ്തായിരുന്നു 1 2 സാത്വിക മേക്ക് ഓഫ് ആക്കടാ. ഒരിന്റെ മൈക്ക് ഓഫ് ആക്കടാ. അപ്പഴായി ആയില്ലേ ഇന്ന് നോക്ക് കേട്ടാ. യെസ്, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ യെസ് യെസ് യെസ്. അപ്പൊ ഇപ്പോഴും വർക്കാത്തവർ ജസ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്യാക്കാം കേട്ടോ. ഓക്കെ ഓക്കെ വാ. യെസ് യെസ് യെസ്. അതെന്തേവേ ഓ മുകളിലേക്ക് ഇടാക്കേണ്ടത്? മോളിലേക്ക് ആക്കി എന്നിട്ട് കത്തുന്നില്ല. അയാൾ നീ ഇപ്പൊ ഏത് കോഡ് അപ്ലോഡ് ചെയ്തേ? രണ്ടാമത് കോഡ് അയച്ചിട്ടേ അതില് ഞാൻ മറ്റേ അനലോഗ് റീഡ് വൈ ആക്സിസ് അടിച്ചു. അത് എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഓക്കെ, അപ്പൊ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? എടാ നീ LED ഒന്ന് മാറ്റി നോക്കി, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഓക്കെ ആണോ നോക്കി. LED വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആണോ? അതിലെ കാണാത്ത ഇന്ന് സ്കൂളിലും കണ്ടില്ലല്ലോ. ഞാൻ ഇവിടെ പോയതാണെന്ന് ഒരു പിടുത്തൂല. കഴിഞ്ഞ ക്ലാസ് ജസ്റ്റ് അവൻ ട്രാവലിംഗ് ആണെന്ന് പറഞ്ഞു, ജസ്റ്റ് വന്നിട്ട് കയറിട്ട് പോയി, അത്ര തന്നെ.
നോക്കാം, നാളെ ദിവസം ഉണ്ടാവണം. ഞാൻ വിളിക്കാം. നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും വർക്കിംഗ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സും ക്വയറീസ് ഉണ്ടോ? ആർണവിന് എന്ത് പറ്റി? കോഡെല്ലാം അപ്ലോഡായി. ജോയിസ്റ്റിക് അടക്കുമ്പോ ഇപ്പൊ സീരിയൽ മോണിറ്ററില് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സീരിയൽ മോണിറ്ററിലല്ല കണ്ടത്. പിന്നെ LED കത്തുന്നില്ല. മൈക്ക് ഓഫ് സാത്തിക്ക്. ഓക്കെ, ഒരു മിനിറ്റ് സാത്തിക്ക്. ഓക്കെ, ആർണവ് രാജ് കുറേ സമയം ഈ ചാറ്റിൽ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. വിധുരാജ്, ഒന്ന് ചാറ്റില് കണക്ഷൻസ് ഒക്കെ ഒന്ന് എഴുതിട്ട് കൊടുത്തേടാ. ഓക്കെ. സാത്തിക്ക്, നീ LED കറക്റ്റ് തന്നെയാണ് കണക്ട് ചെയ്തേ? എനിക്ക് തോന്നുന്നില്ല. കണക്ഷന്റെ ഫോട്ടോ എനിക്കൊന്ന് അയച്ചേ. സാധിക്കേ? ഹലോ, കേട്ടോ? സാർ അയച്ചിട്ടുണ്ട്. എടാ സാത്തികേ, അത്ര താഴെ മറ്റേ ആ നീല വയറല്ലേ നിവിടെ കണ്ടതേ? അത് മുകളിൽ കണ്ടതേ അത്ര താഴെ കണ്ടേ കാര്യമില്ല. ശ്രീനന്ദേട്ടാ, അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വർക്ക് ചെയ്യും. അതെന്തേ പറയൂ. എന്റെ വർക്കായി. ഓക്കേടാ. അതെങ്ങനെ? ഒരു മിനിറ്റ്. അതെന്തേ എങ്ങനെയാടാ? അത് ഞാൻ പിന്നെ മാറ്റി കുത്തിയിട്ടുണ്ടായിന്. 8-ലുള്ള കുത്തിയത് 10-ല് കുത്തിയിട്ടുണ്ടായി. അതൊക്കെ നോക്കണം കേട്ടോ. അടുത്ത സാത്തിക്ക് മാത്രം ഉണ്ട് വർക്കാവാത്ത. പറ സാറാ. ബ്ലൂ മറ്റേ ഓക്കെ. സാത്തി പറയൂ. സാറ് പറഞ്ഞ വയറ് ആ നെഗറ്റീവ് ഉണ്ടായ വയറ് പോസിറ്റീവിലേക്ക് വെക്കാനാ. അങ്ങനെയല്ലടാ, അത്ര താഴെ കണക്ട് ചെയ്യണ്ട. ആ LED അടുത്ത് കണക്ട് ചെയ്യുന്നത്. LED അടുത്ത് കണക്ട് ചെയ്യുന്നത്. LED അടുത്ത് കണക്ട് ചെയ്യാനാ? അടുത്ത്. മനസ്സിലായില്ല. അതായത് ഈ വയറ് അതവിടെ നിന്ന് വരും. അതവിടെ നിന്ന് വരും. ഇനി മുകളില് കണ്ടേ മുകളില് ഇതാ കണ്ടേ? അതൂരി മുകളില് കണ്ടേ? അവിടെ ഒരു കണ്ടേ? കത്തി ഇതാ. അങ്ങനല്ലല്ലോ കത്തണ്ടേ. നീ ജോയിസ്റ്റിക് ഒന്ന് അങ്ങോട്ട് കാണാൻ മറന്നുണ്ടോ? ലൈറ്റാ ഇല്ല. നീ LED2 LED എവിടെയാ കണ്ടത്? അർഡിനോന്റെ
2 LED പറഞ്ഞിട്ടുണ്ട്. എവിടെയാ കണക്ട് ചെയ്തത്? എവിടെയാ? എവിടെയാടാ? ഡിജിറ്റൽ പ്രിന്റ് 9. ഉറപ്പാണോ? ആ നീ കോഡ് തന്നെ, നീ ലാസ്റ്റ് വെച്ച കോഡ് തന്നെയാ അപ്ലോഡ് ആക്കിയത്? എന്ത്? ലാസ്റ്റ് വെച്ച കോഡ് തന്നെയാണ് അപ്ലോഡ് ആക്കിയത്? മനസ്സിലായില്ല. ഈ കോഡ് തന്നെയല്ല അപ്ലോഡ് ചെയ്തത്? ഏത്? ദാ. ഇത് ഇതെടാ കാണുന്നില്ലേ? 35 LED 1, 8 LED 2 9. ആ അതിനെ ഈ സേവൻ അല്ലേ? നീ ടൈപ്പ് ചെയ്യാണല്ലേ കോഡ്? നീ ടൈപ്പ് ചെയ്താണല്ലേ? അല്ല, കോപ്പി പേസ്റ്റ് ചെയ്ത. പിന്നെന്താ വർക്കാവുന്നത്? നീ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്ത് നോക്കി. ഏത്? അപ്ലോഡ് ചെയ്ത് നോക്ക് കേട്ടോ. അപ്ലോഡ് ആയി. അല്ല, ഒന്നുകൂടെ ചെയ്ത് നോക്ക്. എന്നിട്ട് വർക്കായിട്ടെങ്കിൽ ജസ്റ്റ് ക്ലാസ്സിന്റെ മെസ്സേജ് കേട്ടോ. ടൈം ചെയ്തില്ലേ? ഓക്കെ, അപ്ലോഡ് ആക്കി. അപ്ലോഡ് ആയി. ഇപ്പോൾ വർക്കാവുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ ജോയിസ്റ്റിക്ക് അനക്കുമ്പോ അനക്കാത്തപ്പോ ലൈറ്റ് തോന്നി. എന്റെ ഓഫ് ആവുന്നുണ്ടോ? ഇല്ല. ജോയിസ്റ്റിക്ക് അനക്കാതെ തന്നെ ലൈറ്റ് എത്തുന്നുണ്ടെന്നല്ലേ നീ പറഞ്ഞേ? ആ അത് സെയിം ഇഷ്യൂണ്. അത് ക്ലാസ്സിന്റെ മെസ്സേജ് ഇടാം, നമുക്ക് നോക്കാം. ഓക്കെ, നീ മൈക്ക് ഓഫ് ആക്ക്. ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് എനിക്ക് മെസ്സേജ് കേട്ടോ, ഞാൻ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെടാ. അപ്പൊ എല്ലാവർക്കും വർക്കിംഗ് അല്ലേ? ദേവനൊക്കെ വർക്കിംഗ് അല്ലേ? വർക്കിംഗ് അതെ. ഞാനില്ലേ ആ ഈ എക്സാക്സിന് ചെയ്ത പോലെ വൈ ആക്സിന് ചെയ്തു. ആ സമയത്ത് ബാക്കി 2 LED അത്ര ബ്രൈറ്റ് ആയിട്ട് കത്തുന്നില്ല. ബ്രൈറ്റ് ആയിട്ട് കത്തുന്നില്ലാന്നോ? 4 ഒന്നിച്ച് കത്തുന്നില്ല. അങ്ങനല്ല, ഒന്നിച്ച് ഒരേ ബ്രൈറ്റ്നെസ്സിലല്ല വർക്ക് ചെയ്യുന്നത്. ബാക്കി 2 ഭയങ്കര ഡിമാണ്. ഡിമ്മാണെന്നാണോ? അവിടെ ഡിമ്മിന്റെ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. അത് ഹൈ ലെവലല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അയ്യോ, നീ എത്ര LEDs യൂസ് ചെയ്തിട്ടില്ലേ? 4 ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിനക്ക് ഗ്രൗണ്ടിന്റെ പ്രശ്നമായി. നീ ഒരു ഫോട്ടോ എനിക്ക് അയച്ച് കണക്ഷന്റെ ബ്രെഡ് ബോർഡ് കണക്ഷന്റെ. ആൻഡ് സാത്വിക ഭായി വിരാജ് എന്തായി വർക്കിംഗ് അല്ലേ? അവന് വർക്കിംഗ് ആണ്. ആൻഡ് അലന്തിന് വർക്കിംഗ് ആണ്. ആദിത്യന് വർക്കിംഗ് ആണ്. ആർണവിന് കണക്ഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആർണവ് അതിനനുസരിച്ച് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് യാ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എത്രയാണ്? ദേവന എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കും കേട്ടോ. നമുക്ക് നോക്കാം. ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, നമ്മുടെ സെഗ്മെന്റ് ഡിസ്പ്ലേയില് നെഗറ്റീവ് വാല്യൂ മീൻസ് നെഗറ്റീവ് ചിഹ്നം കൊടുക്കാൻ എന്തെങ്കിലും കോഡോ അങ്ങനെ എന്തെങ്കിലും? കോഡോ? ഇപ്പോ കോഡല്ല, സെഗ്മെന്റ് ഡിസ്പ്ലേ ഇതാണോ നമ്മൾ ഇന്നലെ യൂസ് ചെയ്തതാണോ? ഇന്നലെ യൂസ് ചെയ്ത്. അത് പറ്റില്ല. അത് ജസ്റ്റ് നീ യൂട്യൂബ് നോക്കിയാൽ കേട്ടോ. അത് ഒരു സെഗ്മെന്റ് വൈസ്, അതിലൊരു സെഗ്മെന്റ് ഇല്ല, അത് നമുക്ക് കത്തിക്കാൻ പറ്റും. അപ്പൊ അതിലത്തെ ഒരു സെഗ്മെന്റ് കത്തിച്ചാൽ അത് മൈനസ് എന്നൊരു സിമ്പിൾ ആയില്ലേ? മനസ്സിലായോ? അപ്പൊ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ദേവന ഹാത്തിക്ക് 2 മെസ്സേജ് കേട്ടോ. ഓക്കെ, ആൻഡ് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈം അനുസരിച്ചിരിക്കും പോകുന്നത്. ആൻഡ് യെസ്, താങ്ക് യു, ഗുഡ് നൈറ്റ്.
ഓക്കെ Good night. Thank you. യെസ് 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 താങ്ക് യു താങ്ക് യു. ദേവന പോയോ പോയല്ലോ. ഓക്കെ യെസ് ഗുഡ് നൈറ്റ്. എടി ആ നമ്മുടെ മറ്റേ എൽ ഇ ഡി ഇല്ലേ, ആ കത്താത്ത എൽ ഇ ഡി, അതിൻ്റെ ആ നെഗറ്റീവിലേക്ക് നെഗറ്റീവിലേക്കല്ലേ കണക്ട് ചെയ്തത്?